അസ്സലാമു അലൈക്കും വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. എന്റെ അനിയന്റെ വണ്ടി ഖത്തറിൽ വെച്ച് കളവ് പോയി, ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ച പോയതാണ്. പോലീസിന് പരാതി കൊടുത്തിട്ടും കാര്യമായ ഇടപെടുന്നില്ല, ദുആ ചെയ്യുക എന്ന് നമ്മുടെ ഒരു സഹോദരൻ PM ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളായ ഫضل കൊണ്ടും റസൂലുള്ളാഹി തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ സഹോദരന് ആ നഷ്ടം വേഗം നികത്തി കൊടുക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ അല്ലാഹു തആല അവന്റെ മഹളായ ഫضل കൊണ്ട് ആ നഷ്ടം വേഗം നികത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. എന്റെ മൂത്താപ്പയുടെ മകൻ ഇന്ന് രാവിലെ കുവൈറ്റിൽ വെച്ച് അറ്റാക്കായി മരണപ്പെട്ടു. എല്ലാവരും ദുആ ചെയ്യണേ. മയ്യിത്ത് ഇൻഷാ അല്ലാഹ് നാട്ടിൽ കൊണ്ടുവരും എന്നറിയിച്ചിട്ടുണ്ട്. നിസ്കാരത്തിലും ഉൾപ്പെടുത്തണം. പേര് മുസ്തഫ. നമ്മുടെ മുസ്തഫ മുസ്തു PM ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മൂത്താപ്പാന്റെ മകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരിച്ച ആൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുകയും അദ്ദേഹം ചെയ്ത സ്വാലിഹായ അമലുകൾ, അതിൽ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുകയും അതിന്റെയൊക്കെ പ്രതിഫലം അദ്ദേഹത്തിന് അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. അദ്ദേഹം ചെയ്ത സ്വാലിഹായ അമലുകൾ അല്ലാഹു അദ്ദേഹത്തിന് ഖബറിൽ അദ്ദേഹത്തിന് തുണയായി നൽകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ. എല്ലാ വക അപകടങ്ങൾ തൊട്ടും അപകട മരണങ്ങൾ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും എല്ലാ വക ആഫത്ത് മുസീബത്തുകളൊട്ടും ഫിത്ന ഫസാദുകളെ തൊട്ടും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഖളാ ആയ നിസ്കാരം നിസ്കരിച്ച് കൊണ്ടിരിക്കെ ആരെങ്കിലും വന്ന് തുടർന്നാൽ അവർക്ക് ഇമാമാകുവാൻ പറ്റുമോ? അതൊക്കെ പറ്റും, അതോട് വിരോധമില്ല. ഖളാ ആയി നിസ്കരിക്കുന്ന ആളോട് തുറന്നുകൊണ്ട് അദാ ആയി നിസ്കരിക്കുന്ന ആൾക്ക് തുറന്ന് നിസ്കരിക്കാം. അദാ ആയി നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഖളാ കൂട്ടുന്ന ആൾക്കും തുറന്ന് നിസ്കരിക്കാം. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്നവനും ഫർദ് നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നവനൊക്കെ എന്ത് ചെയ്യുക? തുറന്ന് നിസ്കരിക്കാവുന്നതാണ്, വിരോധമില്ല. നിസ്കാരം സഹിയാകും. നിസ്കാരത്തിൽ കൈ വായു കീഴ്വായു ആണല്ലേ, കീഴ്വായു പോയോ, കൈ ഇങ്ങനൊക്കെ എഴുതുക. കീഴ്വായി പോയോ എന്ന് സംശയമുണ്ടാകും. നിസ്കരിക്കാൻ നിന്നാൽ അപ്പോൾ തുടങ്ങും സംശയം. നിസ്കാരത്തിൽ പേടിച്ചാണ് നമസ്കരിക്കാറ്. ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ ഒന്നുകൂടി ഉളു എടുത്ത് സുബ്ഹി വീണ്ടും നിസ്കരിക്കും. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒരു അസുഖമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേഗം മാറ്റി തരട്ടെ. വസ്വാസാണെങ്കിൽ വസ്വാസും അല്ലാഹു തആല വേഗം മാറ്റി തരട്ടെ. ഒളു മുറിഞ്ഞോ ഇല്ലേ എന്ന് സംശയം ഉണ്ടായാലേ ഒളു മുറിഞ്ഞിട്ടില്ല എന്നാ ഹുക്മ്. ഒരാൾ ഒളു എടുത്തിട്ടുണ്ട്, പിന്നീട് എന്ത് സംശയം? നിന്റെ ഒളു മുറിഞ്ഞോ ഇല്ലേ എന്ന് സംശയം, ഇഴവായി പോയോ ഇല്ലേ എന്ന് സംശയം. എന്നാ പോയിട്ടില്ല എന്നാ, ഒളു മുറിഞ്ഞിട്ടില്ല എന്നാണ് വെക്കേണ്ടത്. പിന്നെന്താ പിന്നെ വസ്വാസിന്റെ പ്രശ്നം ചെല്ലോ അല്ലേ? അതെ, ആഫ്റ്റർ ഒളു തന്നെയാണ്. ആഫ്റ്റർ ഒളു എടുത്തുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ആ എടുത്ത ഒളു ഉണ്ടല്ലോ, അത് മുറിഞ്ഞോ ഇല്ല എന്ന സംശയം, എന്നാ ഒളു മുറിഞ്ഞിട്ടില്ല എന്നാ ഹുക്മ. അല്ലാഹ് ദീന്റെ വിധി അങ്ങനെയാണ്. എന്തിനാ വസ്വാസ്? പിന്നെ നാട്ടിൽ പോകാൻ ആയിരിക്കുന്നു, വീട് ഇരിക്കാൻ നല്ല നിലക്ക് പോയി വരാനും ദുആ ചെയ്യുക. പൈസയുടെ കുറവ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു യാത്രക്ക് എളുപ്പാക്കി തരട്ടെ. അല്ലാഹു യാത്രയിലൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വീട് പണിയൊക്കെ എത്രയും വേഗം പൂർത്തിയാക്കി ആ വീട്ടിൽ താമസമാക്കാനുള്ള എല്ലാ വക സാഹചര്യങ്ങളും അല്ലാഹു ഒരുക്കി തരട്ടെ. അതിനുള്ള ഹലാലായ സമ്പത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ബലിപെരുന്നാളിനെ ചിലർ വലിയ പെരുന്നാൾ എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയും പറയാമോ? അതുകൊണ്ട് തർക്കമില്ല. വലിയ പെരുന്നാളല്ലേ, ഈദുൽ അദ്ഹ, അതിന് ഈദുൽ അക്ബർ എന്ന് പറയല്ലേ, അത് തോന ദിവസം ഉണ്ടാകണ്ടേ. മറ്റേത് ചെറിയ നാൾക്ക് ഒരു ദിവസമല്ലേ ഉള്ളൂ അല്ലേ? മറ്റേത് 4 ദിവസമൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞു നിൽക്കുക. വലിയ പെരുന്നാള്, വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞു, വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്നും വിരോധമില്ല. പിന്നെ എത്ര PM ഇത്രേ ഉള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവന്റെ ദീനിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠിച്ച് പഠിച്ചത് അതനുസരിച്ച് അമൽ ചെയ്യാതെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.
അള്ളാഹു അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ സ്നേഹിതന്മാർ, അയൽവാസികൾ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ദുന്യാവിലും ആഖിറത്തിലും എവിടെയും അള്ളാഹു വഷളാക്കാതിരിക്കുകയും നമ്മുടെ അടുക്കൽ സംഭവിച്ചു പോയ തെറ്റുകളുടെ പേരിൽ അള്ളാഹു ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു എല്ലാ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു വന്ന് പൂർണ്ണമായി ശുദ്ധീകരിച്ച് ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഫർള് നിസ്കാരത്തിന്റെ ഏറ്റവും ബേസിക് ആയ മിനിമം നിയ്യത്ത് എന്താണ്? ബേസിക്കായ ടൈപ്പൊന്നല്ല, അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കുക. ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. 3 കാര്യം നിർബന്ധമാണ്. ഒന്ന്, നിസ്കരിക്കുന്നു എന്ന് കരുതുക. മറ്റൊന്ന്, ഫർളാണെങ്കിൽ ഫർള് എന്ന് കരുതുക. ഇപ്പൊ ഫർള് നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. 3ാമത്തെ കാര്യം ഇന്നത് എന്ന് നിജപ്പെടുത്തുക. ഇന്ന നിസ്കാരമാണ് എന്നും ഫർളാണ് എന്നും നിസ്കരിക്കുന്നു എന്നും ഈ 3 കാര്യം കരുതൽ നിർബന്ധമാണ്. ലുഹ്ർ എന്ന ഫർള് ഞാൻ നിസ്കരിക്കുന്നു, ഉസല്ലി ഫർള ലുഹ്രി, അപ്പൊ 3ഉം പെട്ട്. ഉസല്ലി എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നുള്ള കരുതി, ഫർള എന്ന് പറഞ്ഞാൽ ഫർള് എന്ന് കരുതി, ലുഹ്ർ എന്ന് പറഞ്ഞാൽ ഇന്ന നിസ്കാരം കരുതി. ഈ 3 കാര്യം നിർബന്ധമാണ്. വേറെയൊക്കെ സുന്നത്താണ്. അപ്പൊ ഉസല്ലി ഫർള ലുഹ്രി എന്ന് കരുതലേ നിർബന്ധമുള്ളൂ. പിന്നെ 4 റക്അഅത്ത് എന്നുള്ളതും മുതവജ്ജിഹനിലെ ഖിബ്ലത്തി എന്നുള്ളതും അദാ എന്നുള്ളതും ലില്ലാഹി തആല എന്നുള്ളതും അതൊക്കെ സുന്നത്താണ് കരുതല്. ഈ 3 കാര്യങ്ങൾ മാത്രമേ നിർബന്ധമുള്ളൂ. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള ആളുകളൊക്കെ മൈക്കിലേക്ക് വരാം. ഇപ്പൊ ആ കുട്ടി, ചെറിയ കുട്ടിയാണ് വയല് പറഞ്ഞതില്ലേ, ഒരു വയല് പറഞ്ഞേക്ക് ഒരു ചെറിയ കുട്ടിയാണ് വയല് പറഞ്ഞത്. അതിന് 6666 റുപ്യ കിട്ടാൻ വേണ്ടി ഇപ്പൊ ആ കുട്ടി കുറെ മെനക്കെട്ടോ. നമ്മള് ആരും കിട്ടിയാവല്ലേ, അങ്ങനെ കിട്ടിയാവോ? ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ കിട്ടിയില്ലേ, കുറെ നേരം മെനക്കെട്ടിക്കണ കുട്ടി. അപ്പൊ അല്ലാഹു തആല ആ കുട്ടിയെ ഉന്നതനാക്കട്ടെ. നല്ല രീതിയിൽ ദീനിനെ കുറിച്ചൊക്കെ ശരിക്കും പഠിച്ച്, നല്ല രീതിയിൽ പഠിച്ച് പിന്നെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവൊക്കെ അല്ലാഹു തആല കുട്ടിക്ക് നൽകട്ടെ. ദീനിന് ഒരു വലിയ മുതൽക്കൂട്ടാക്കട്ടെ അല്ലാഹു തആല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ മൈക്ക് കൈമാറാം. പിന്നെ മറ്റുള്ള ആളുകൾ മൈക്കിലേക്ക് വരണം എന്ന് അറിയുന്നു. ഉസ്താദെ, ഉളുഹിയത്ത് അറുക്കുവാൻ 7 ആളുകൾക്ക് കൂടാമല്ലോ, എന്നാൽ അഖീഖത്ത് അറുക്കുവാൻ 7 ആൾ കൂടാമോ? അതും കൂടാം. ഉളുഹിയത്ത് അറുക്കാനും അഖീഖത്ത് അറുക്കാനൊക്കെ 7 ആൾ കൂടാം. ആട് അല്ലാത്ത മൃഗത്തെയാണ് അറുക്കുന്നതെങ്കിൽ, ഒട്ടകം, പശു, മൂരി പോലെയുള്ള മൃഗങ്ങളെയാണ് അറുക്കുന്നത്. ആടല്ല. ആടാണെങ്കിൽ ഒരാൾക്ക് 1 അങ്ങനെ തന്നെ പറ്റുള്ളൂ. മറ്റു മൃഗങ്ങളാണെങ്കിൽ അഖീഖത്താവട്ടെ ഉളുഹിയത്താവട്ടെ ഒക്കെ 7 ആൾക്ക് കൂടാം. ഇനി ഒരു മൃഗത്തിൽ തന്നെ പലതിനെയും ചേർക്കുകയും ചെയ്യാം. ഒരു 3 ഓഹരി ഉളുഹിയത്തും ഒരു 4 ഓഹരി അഖീഖത്തും അങ്ങനെയാക്കാം. അല്ലെങ്കിൽ പൗതി ഉളുഹിയത്തും പൗതി അഖീഖത്തും അങ്ങനൊക്കെ ആക്കാം. അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ എന്നാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ? കേൾക്കാമോ? ഉസ്താദ്, എനിക്കൊരു സംശയം ചോദിക്കാനായിരുന്നു. ഹറമെന്ന് നിസ്കരിച്ച 1 ലക്ഷം ഒരു ഫർള് നിസ്കരിച്ചാല് 1 ലക്ഷം നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലല്ലേ? 1 ലക്ഷം ഫർള് നിസ്കരിച്ചതിന്റെ പ്രതിഫലം അല്ലേ? അപ്പോ ഉദാഹരണത്തിന് പറയാണ്, ഒരാൾക്ക് 1 കൊല്ലം നിസ്കാരം കളായിപ്പോയി. അപ്പൊ അവിടുന്ന് ഒരു ദിവസം ഫുള്ള് ളുഹർ, അസർ, മഗ്രിബ്, ഇശ, സുബൈ ഇങ്ങനെ കള വീട്ടിയാല് അതിന്റെ മസല ഒന്ന് വിശദീകരിച്ചാലോ? അസ്സലാമു അലൈക്കും. ഹറമെന്ന് നിസ്കരിച്ചാല് 1 ലക്ഷം നിസ്കാരത്തിന്റെ പ്രതിഫലം ഉണ്ട് എന്നുള്ളത് അതല്ലാതെ 1 ലക്ഷം നിസ്കാരത്തിന്റെ സ്ഥാനത്ത് അതാകും എന്നല്ല. 1 ലക്ഷം ഫർള് നിസ്കരിച്ചതിന്റെ സ്ഥാനത്ത് അതിന് പകരമാകും എന്നല്ല ഉള്ളത്. അതിന്റെ പ്രതിഫലം ഉണ്ട്. പ്രതിഫലം വേറെ, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കൽ വേറെ. അത് രണ്ടും രണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരെ പ്രതിഫലം തരണം നിൽക്കുന്നാലോ എന്നാലും നിസ്കരിക്കണം.
അള്ളാഹു പ്രതിഫലം നൽകുന്ന ഒരു ളുഹർ നിസ്കരിച്ചു അതിന് അള്ളാഹു തല കൂലൊന്നും തരുന്നില്ല എന്നൊക്കെ എന്നാലും നിസ്കരിക്കണം. അത് അള്ളാഹു തലാന്റെ കൽപ്പനയാണ്. ഏത് ഇന്ന സമയമായ ഇന്നത് നിസ്കരിച്ചോളണം. അത് അവൻ യജമാനാണ്. യജമാനന്റെ കൽപ്പന എല്ലാം സ്വീകരിക്കൽ അവന്റെ ദാസന്മാർക്ക് നിർബന്ധമാണ്. അപ്പൊ യജമാനൻ ദാസന്മാരോട് ഉച്ച നിസ്കരിക്കണം. പിന്നെ ഒരു സാധനത്തിന്റെ നേരിൽ ആ സാധനമായി ആശ്രയിക്കണം. സൂര്യൻ അസ്തമിച്ചാൽ മഗ്‌രിബ് നിസ്കരിക്കണം. മേഘത്തിലെ കടുംചു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 1,00,000 നിസ്കാരം നിസ്കരിക്കുന്നതിന് പകരമാണ് അത് എന്നല്ല. പിന്നെയോ അതിന്റെ കൂലി അള്ളാഹുത്തിൽ അത്ര കൊടുക്കും എന്നാണ് ഇതാണ്. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ ഇനി അള്ളാഹുത്തെ തീരെ കൂലിയായിരുന്നില്ല നിൽക്കുക, എന്നാലും നിസ്കാരം നിർബന്ധമാണ് എന്ന്. അത് യജമാനന്റെ കൽപ്പന ദാസൻ സ്വീകരിക്കുക, അതാണ് വിഷയം. അപ്പൊ യജമാനൻ എന്ത് ചെയ്യുന്നു? പലർക്കും പലമാരും കൂലി കൊടുക്കുന്നു. പല സമയത്ത് നിസ്കരിക്കണമെങ്കിൽ പലമാരും കൂലി കൊടുക്കുന്നു. അതങ്ങനെയാണ്. പിന്നെ ഒരാൾ ചോദിച്ചത്, ജ്യേഷ്ഠനും അനിയനും അവരുടെ മക്കൾക്ക് വേണ്ടി അല്ലാത്ത മൃഗം ഒന്ന് അറുത്താൽ മതിയാകുന്നു. അത് മതിയാവും. ജ്യേഷ്ഠനും അഞ്ജനും എന്ന് മാത്രമല്ല, ഇനി അന്യപുരുഷൻ 2 അന്യ ആളുകളാണ് നിൽക്കുക. എന്നാലും ശരി, അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ഒരു മൃഗം വാങ്ങി, ആടല്ലാത്തൊരു മൃഗം വാങ്ങി. എന്താ അവർ രണ്ടുപേരുടെയും കുട്ടികൾക്ക് വേണ്ടി അഖീഖത്ത് അറുത്തു. എന്നാലും അതുകൊണ്ട് വിരോധമില്ല. ഏതാണ് ശരിയാകും. ആടാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒന്ന് അങ്ങനെ തന്നെ പറ്റുള്ളൂ. ആടല്ലാത്ത മൃഗാണെങ്കിൽ 7 വ്യക്തികൾക്ക് വേണ്ടി 7 വ്യക്തി വരേക്കും അതിൽ പങ്കുചേരാവുന്നതാണ്. അതുപോലെ തന്നെ 7 കാര്യങ്ങൾക്ക് വേണ്ടിയും ആകാവുന്നതാണ്. 7 കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഓഹരി ഉളഹിയത്ത്, വേറൊരു ഓഹരി അഖീഖത്ത്, വേറൊരു ഓഹരിഞ്ഞ് കഫാറത്ത്, അങ്ങനെ കണ്ടല്ലോ. അനക്കാവാം, വിരോധമില്ല. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള ആളുകൾക്ക് മൈക്കിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ പിന്നെ ഇത് അവസാനിപ്പിക്കുകയാണ്.